Example 1, page number 3. Write the solution set of the equation x square plus x minus 2 is equal to 0 in roster form. So, ഇവിടെ നമുക്കൊരു equation തന്നിട്ടുണ്ട് x square plus x minus 2 is equal to 0. What type of equation is this? It's a second degree equation or quadratic equation. So, x in the highest power 2 ആണ്. So that's why this equation is called second degree equation or quadratic equation. Quadratic equation de solution കണ്ടുപിടിക്കാൻ നമ്മൾ 10th standard ൽ പഠിച്ചതാണ്. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫാക്ടറൈസേഷൻ മെത്തേഡ്, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്, ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ്, ഇതൊക്കെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ച മെത്തേഡുകളാണ്. ഇതിലേത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും പവർഫുൾ ആയിട്ടുള്ള മെത്തേഡ് ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് ആണ്. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2e. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടും എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കും. സോ ഇറ്റ്സ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സോ എക്സിന് എത്ര വാല്യൂസ് കിട്ടും? 2 വാല്യൂസ് കിട്ടും. ആ 2 വാല്യൂസ് കണ്ടുപിടിക്കാൻ ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് യൂസ് ചെയ്യാം, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യും. അപ്പം ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റെപ്സ് വരും. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് ആണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇന്ന മെത്തേഡ് തന്നെ ഉപയോഗിക്കണം എന്നൊന്നും ഇല്ല. സോ ഇവിടെ ഞാൻ ഫാക്ടറൈസേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യുക? സം എത്രയാന്ന് നോക്കും. സം എന്ന് പറയുന്നത് coefficient of x ആണ്. What is coefficient of x here in this equation? 1 is coefficient of x. Okay, next is product. Product is constant term in the equation. What is the constant term? -2. സോ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 1ഉം പ്രൊഡക്റ്റ് -2 ആയിട്ടുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കും. സോ ആ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റ് എന്താണോ അവിടെ നിന്ന് തുടങ്ങും. സോ ഇവിടെ -2 ആണ്. സോ യു ഡോണ്ട് വാണ്ട് ടു കൺസിഡർ ദ സൈൻ നെഗറ്റീവ് ഹിയർ ടു ഫൈൻഡ് ദ ഫാക്ടേഴ്സ്. ആകെ ആ നമ്പർ മാത്രം എടുക്കുക, 2 എന്ന നമ്പർ. ഓക്കെ, സോ 2 എന്ന് പറയുന്ന നമ്പർ ഏതൊക്കെ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് നോക്കേണ്ടത്. That means you have to find the factors of 2 whose product is 2. Okay, അപ്പം 2 product ആയിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2. 1 into 2 ആണ് 2 വരുന്നത്. അപ്പോൾ രണ്ട് നമ്പേഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ യു ഹാവ് ടു കൺസിഡർ ദ സൈൻ. ഇവിടെ സൈൻ നെഗറ്റീവ് ആണ്. സോ പ്രൊഡക്റ്റ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ ഫാക്ടേഴ്സിൽ ഒന്നിന്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. ബിക്കോസ് നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ആണ് നെഗറ്റീവ് വരിക. സോ അത് ഏത് നമ്പറിന്റെ സൈൻ ആണ് നെഗറ്റീവ് എന്ന് കണ്ടുപിടിക്കാൻ ചെക്ക് ദ സം. സം എന്താണ്? 1 ആണ്. ഇറ്റ് ഇസ് പോസിറ്റീവ്. സോ പോസിറ്റീവ് നമ്പർ ആണ് കിട്ടിയിരിക്കുന്നത്. സോ പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട്, സമ്മ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നിരിക്കുന്ന ഫാക്ടേഴ്സ്, നമുക്ക് കിട്ടിയ ഫാക്ടേഴ്സിൽ വലിയ നമ്പർ പോസിറ്റീവും ചെറിയ നമ്പർ നെഗറ്റീവും എടുക്കും. സോ ഇനി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. -1 into 2 -2 ആണ്. -1 plus 2 1 ആണ്. Okay, so we have got the factors -1 and 2. So we have got the numbers -1 and 2. അപ്പോൾ തന്ന ഇക്വേഷന് x square plus x minus 2 is equal to 0 can be written as, and we can write this left side of this equation as the product of linear factors. Okay, so how will you write this as the product of linear factors? x ആണ് ഇവിടുത്തെ വേരിയബിൾ. സോ എക്സ് എഴുതുക. ഫസ്റ്റ് നമ്പർ ഇസ് -1, റൈറ്റ് ദ സെയിം -1. ഓക്കെ, സോ x -1 into x. The next number is 2. Simply 2 means it is positive 2. So x plus 2 is equal to 0. Implies what are the values of x? X is equal to രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് 0 ആണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ 0 ആയിരിക്കും. സോ x -1 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര വരും? 1 വരും. x plus 2 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര വരും? -2 വരും. സോ ഹിയർ വി ഗോട്ട് ദ വാല്യൂസ് ഓഫ് x. x is equal to 1 and x equal to -2. Now here we need to write the solution set of this equation. So solutions ഏതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? 1ഉം -2. സോ 1നെയും -2നെയും റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ ആയി. ഓക്കെ, സോ therefore സൊല്യൂഷൻ സെറ്റിന് എസ് എന്ന് പേര് കൊടുക്കാം. സോ ഏതൊക്കെയാണ്? 1, -2. എനി ഓർഡറിൽ എഴുതാം. -2 ഫസ്റ്റ് എഴുതണമെങ്കിൽ എഴുതാം. സോ ദിസ് ഇസ് ദ ആൻസർ. എസ് ഇസ് ഈക്വൽ ടു 1, -2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 2, പേജ് നമ്പർ 3. Write the set x such that x is a positive integer
and x square less than 40 in the roster form. So here we are given the set in set builder form. Set builder ഫോമിലാണ് ഇവിടെ സെറ്റ് തന്നിരിക്കുന്നത്. നമുക്ക് അതിലെ എലമെന്റ്സിനെ റോസ്റ്റർ ഫോമിൽ എഴുതണം. സോ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എന്താ പ്രോപ്പർട്ടി? എക്സ് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ ഇസ് ലെസ് ദാൻ 40. സോ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. സോ ഓരോന്നിന്റെ സ്ക്വയർ കാണാം. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, ഓക്കെ, 7ന്റെ സ്ക്വയർ 49. അപ്പൊ ഇവിടെ നമുക്ക് സ്ക്വയർ ഓഫ് എ നമ്പർ ലെസ് ദാൻ 40 ആയിരിക്കണം. സോ വി ക്യാൻ ക്യാൻസൽ ദിസ് 49. സോ സ്ക്വയർ ഓഫ് നമ്പേഴ്സ് വരുന്നത് ഏതൊക്കെയാണ്? 1, 4, 9, 16, 25, 36. എക്സ് സ്ക്വയർ ലെസ് ദാൻ 40. സോ എക്സ് ഏതൊക്കെയായിരിക്കണം? 1 വരും. 1 സ്ക്വയർ നമ്പർ ആയ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1, 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2, 4 എന്ന് പറഞ്ഞ് 2ന്റെ സ്ക്വയർ ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞ എക്സ് എഴുതാനാണ് പറഞ്ഞത്. എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ആണ്. സോ ഏതൊക്കെയാണ് വരിക? 1 വരും, 2 വരും, 3, 4, 5, 6. ഇത്രയും നമ്പേഴ്സ് ആണ് ഈ സെറ്റിൽ വരിക. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. A is equal to 1, 2, 3, 4, 5, 6. You can see that the squares of these numbers are less than 40. 1ന്റെ സ്ക്വയർ 1 ലെസ് ദാൻ 40 ആണ്. 2ന്റെ സ്ക്വയർ 4 ലെസ് ദാൻ 40 ആണ്. അതേപോലെ 6ന്റെ സ്ക്വയർ 36 ലെസ് ദാൻ 40 ആണ്. Exercise 1.1 question number 3. Write the following sets in roster form. The set is A is equal to x such that x is an integer and -3 less than x less than 7. So ഇത് ഏത് ഫോമിലാണ് സെറ്റ് തന്നിരിക്കുന്നത്? സെറ്റ് ബിൽഡർ ഫോമിലാണ് സെറ്റ് തന്നിരിക്കുന്നത്. നമുക്ക് ആ സെറ്റ് ബിൽഡർ ഫോമിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. സോ പേരിന് മാറ്റം വരുത്താൻ പാടില്ല, ബിക്കോസ് നമ്മൾ എഴുതുന്നത് രണ്ടും ഒരേ സെറ്റുകളെയാണ്. സോ A is equal to, so here the elements are integers. They are between -3 and 7. സോ -3ക്കും 7നും ഇടയ്ക്കുള്ള ഇൻഡിജേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് എക്സ് ഈസ് ഇൻ ബിറ്റ്വീൻ -3 and 7. ഓക്കെ, ആൻഡ് ദിസ് എക്സ് ഈസ് ആൻ ഇൻഡിജർ. സോ ഏതൊക്കെയാണ് -3ക്കും 7നും ഇടയ്ക്കുള്ള ഇൻഡിജേഴ്സ്? -2, -1, 0, 1, 2, 3, 4, 5, 6. So this is the roster form of the given set. Second set in set builder form, B is equal to x such that x is a natural number less than 6. So B in a roster form എഴുതണം. B is equal to 6ന്റെ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5. Third set, C is equal to x such that x is a 2-digit natural number such that the sum of its digits is 8. സോ നമ്മൾ റോസ്റ്റർ ഫോമിൽ ഈ സെറ്റിനെ എഴുതണം. സോ ഈ സെറ്റിലെ എലമെന്റ്സിനൊക്കെ ഉള്ള കോമൺ പ്രോപ്പർട്ടിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ സെറ്റിലെ എലമെന്റ്സ് എല്ലാം 2-digit നമ്പേഴ്സ് ആയിരിക്കണം, 2-digit നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം, ആൻഡ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് 8 ആയിരിക്കണം. ആ 2-digit നാച്ചുറൽ നമ്പേഴ്സിന്റെ ഡിജിറ്റുകളെ തമ്മിൽ കൂട്ടിയാൽ 8 കിട്ടണം. സോ ഏതൊക്കെയാണ്? ഇപ്പൊ 2-digit നമ്പേഴ്സ് നമുക്ക് 1 വെച്ച് സ്റ്റാർട്ട് ചെയ്ത നമ്പേഴ്സ് എടുക്കാം. 1 വെച്ച് എഴുതുമ്പോൾ സം 8 കിട്ടുന്ന 2-digit നമ്പർ ഏതാണ്? 17. 1ഉം 7ഉം കൂട്ടിയാൽ 8 കിട്ടും. സോ 17 ബിലോങ്സ് ടു ദിസ് സെറ്റ്. നെക്സ്റ്റ് ഇസ് 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 26, 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 35, 44, 53, 62, 71, next 80. Okay, 80 is also there in the set. So this is the roster form of the given set. Next set, D is equal to x such that x is a prime number which is divisor of 60. 60ന്റെ ഡിവൈസേഴ്സ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് എഴുതും. സോ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? 60നെ ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ 60യെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ ഏതാ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 is a prime number. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ we get 30. 30നെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ we get 50.
15 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ ഏതാ? 3 എന്ന പ്രൈം നമ്പർ കൊണ്ട് 15 ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ വി ഗെറ്റ് 5. സോ 5 ലാസ്റ്റ് കിട്ടി. 5 ഈസ് എ പ്രൈം നമ്പർ. സോ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. സോ നമുക്ക് ഈ 16 എങ്ങനെ എഴുതാം? 60 ഈസ് ഈക്വൽ ടു പ്രൈമിന്റെ പ്രൈം നമ്പേഴ്സ് ഫാക്ടേഴ്സിന്റെ രൂപത്തിൽ എഴുതുമ്പോൾ 2 into 2 into 3 into 5 ആണല്ലോ. സോ 2 രണ്ട് തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ 2 സ്ക്വയർ ഇൻറ്റു 3 into 5 എന്ന് എഴുതാൻ മതി. നമുക്കിത് ഇവിടെ എഴുതേണ്ടത് എന്താണ്? ദ പ്രൈം നമ്പേഴ്സ് വിച്ച് ആർ ഡിവൈസസ് ഓഫ് 60. 60യുടെ ഡിവൈസസ് ആണ് 2ഉം 3ഉം 5ഉം. സോ ആ ഡിവൈസസ് എഴുതുമ്പോൾ 2 ഒരു തവണ എഴുതിയാൽ മതി, 2 തവണ എഴുതേണ്ട കാര്യമില്ല സെറ്റിൽ. Then 3, next 5. So the answer is D is equal to 2, 3, 5. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റോസ്റ്റർ ഫോമിൽ എഴുതുന്നതിന്റെ ഫോമാറ്റ് ആണ്. ബ്രേസസ് ഇട്ടേക്കണം. അതുപോലെ തന്നെ ഓരോ എലമെന്റ്സിനെ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യണം. നെക്സ്റ്റ് സെറ്റ് E is equal to the set of all letters in the word trigonometry. സോ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതണം. സ്റ്റേറ്റ്മെന്റ് ഇ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇ തന്നെ നമ്മൾ എഴുതണം. ഇ ഈസ് ഈക്വൽ ടു ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗണോമെട്രി. സോ ലെറ്റേഴ്സ് എഴുതുമ്പോൾ വേർഡ് തന്നിരിക്കുന്ന ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. സോ എലമെന്റ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ എഴുതണം. ഇവിടെ ടി ഫസ്റ്റ്, ദെൻ ആർ. ഇവിടെ ഇങ്ങനെ ഒരു വേർഡ് തന്നിട്ട് എലമെന്റ്സ് എഴുതാൻ പറയുമ്പോൾ, റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല, ഒരു തവണ മാത്രമേ എഴുതാൻ പാടുള്ളൂ. സോ ടി ആർ ഐ ജി ഒ എൻ ഒ എഴുതിയതാണ്, ഒരു തവണ എഴുതിയതാണ്. സോ വീണ്ടും എഴുതണ്ട. എം ഇ ടി എഴുതിയതാണ്, എഴുതണ്ട. ഇനി ആറും എഴുതിയതാണ്, എഴുതണ്ട. ലാസ്റ്റ് വൈ. സോ ദിസ് ഇസ് ദ റോസ്റ്റർ ഫോം ഓഫ് ദ ഗിവൺ സെറ്റ്. നെക്സ്റ്റ് സെറ്റ് F is equal to the set of all letters in the word better. So this is also here we need to write the elements of the set are letters of the word better. So അങ്ങനെ എഴുതാം, കോമ ഇട്ട് എഴുതണം. B first, then E, T. രണ്ടാമതും T വരുന്നുണ്ട്, ഒരു തവണ എഴുതി. സോ ഇനി എഴുതണ്ട, E ഓൾറെഡി എഴുതി കഴിഞ്ഞു. R. So this is the roster form of the given set. Exercise 1.1 question number 5. List all the elements of the following sets. A is equal to x such that x is an odd natural number. So here we are given the set in roster form. We have to list the elements in this set. Listing the elements in the set means we need to write the given set in roster form. Okay, so here the given set is A is equal to x such that x is an odd natural number. So ഇതിലെ എലമെന്റ്സിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ മതി. ഈ സെറ്റിന് റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ മതി. സോ നമുക്ക് ആ സെറ്റിലെ എലമെന്റ്സ് എഴുതാൻ പറ്റും. എക്സ് എന്ന് പറഞ്ഞ ഇതിൽ ഓരോ എലമെന്റ്സും ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ അത് ഏതൊക്കെയാണ്? 1, 3, 5, 7 കണ്ടിന്യൂ ചെയ്ത് പോവാണ്. സോ 3 ഡോട്ട്സ് എഴുതാം. സോ A is equal to set 1, 3, 5, 7 etc. Next set B is equal to x such that x is an integer minus 1/2 less than x less than or equal to 9/2. So ഇവിടെ തന്നിട്ടുണ്ട് x ഒരു ഇന്റിജർ ആണെന്നും x എന്ന് പറയുന്നത് -1/2നും 9/2നും ഇടയ്ക്കുള്ള നമ്പർ ആണെന്നും എന്നാൽ അത് 9/2 ആവുകയും ചെയ്യും. സോ ഇന്റിജേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കും. അപ്പം ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ -1/2 എന്ന് പറഞ്ഞാൽ -0.5 ആണ്. ഓക്കെ, ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/2, 9ന്റെ പകുതി 4.5. സോ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന എക്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇന്റിജേഴ്സ് ആയിരിക്കണം. ഓക്കെ, സോ -0.5 കഴിഞ്ഞാൽ വരുന്ന ഇന്റിജർ 0 ആണ്. നെക്സ്റ്റ് ഇന്റിജർ 1, നെക്സ്റ്റ് ഇന്റിജർ 2, നെക്സ്റ്റ് 1 3, നെക്സ്റ്റ് 1 4. 5 എഴുതാൻ പറ്റില്ല, കാരണം 4.5 വരെയാണ് മാക്സിമം വരാൻ പാടുള്ളൂ. സോ വി ഗോട്ട് ദ സെറ്റ് ഇൻ റോസ്റ്റർ ഫോം. 0, 1, 2, 3, 4 are the elements of the set. So we have B is equal to set 0, 1, 2, 3, 4. Third one, C is equal to x such that x is an integer x square less than or equal to 4.
ഒരു ഇൻറ്റിജർ നമ്പറിന്റെ സ്ക്വയർ 4നേക്കാളും കുറവായിട്ട് വരികയാണെങ്കിൽ എക്സ് ഏതൊക്കെയാകാം എന്നാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ക്യാൻ ബി ഈക്വൽ ടു 4. എക്സ് സ്ക്വയർ 4 ആകാം, പിന്നെ അതിന് താഴെയുള്ള നമ്പേഴ്സ് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിൽ 4ന് മുന്നേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണ്? 1 ആണ്. അപ്പൊ അതിന് മുന്നേ ഇൻറ്റിജർ ആണ്, സോ അതിന് മുന്നേ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ നമുക്ക് 0യും വരും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ സിയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 0 വരികയാണെങ്കിൽ ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 0? 0യുടെ സ്ക്വയർ ആണ് 0. സോ യു ക്യാൻ റൈറ്റ് 0 ഇൻ ദ സെറ്റ്. നൗ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് എന്തൊക്കെയാവാം? 1ന്റെ സ്ക്വയർ ആണ് 1, അതേപോലെ -1ന്റെയും സ്ക്വയർ ആണ് 1. ഓക്കെ, സോ എക്സിന് ഇവിടെ 2 വാല്യൂസ് വരും, 1ഉം -1. ഇനി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 വരുമ്പോൾ എക്സ് എന്തൊക്കെയാവാം? 2ഉം ആകാം, -2ഉം ആകാം. So the elements in the set C are 0, 1, -1, 2, -2. Next set D is equal to X such that X is a letter in the word lawyer. So it's very easy to write the elements in the set in roster form. So let's write the given set in roster form. Basis is the lawyer. Adile words L O adile letters. Our word ile letters aanu ee oru set ile elements. X is a letter in the word lawyer. So L O Y A L. L ഒരു തവണ വന്നതാണ്, സോ L രണ്ട് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. സോ L O Y A are the elements in the set D. So this is the roster form of the given set. Next set E is equal to X such that X is a month of a year not having 31 days. 31 days ഇല്ലാത്ത മന്തിന്റെ സെറ്റ് ആണ് എഴുതേണ്ടത്. സോ E is equal to what are the months not having 31 days? February is the, then April is the, June, then July and August have 31 days. So September, and the last one is November. So this is the given set in roster form. Next set in set builder form, F is equal to X such that X is a consonant in the English alphabet which precedes K. K എന്ന ലെറ്ററിന് മുന്നേയുള്ള consonant ആണ് ഇവിടെ X എന്ന് പറയുന്നത്. That means the elements of the set. So ഏതൊക്കെയാണ് ആ letters? So the first letter in the English alphabet is A, which is not a consonant, it's a vowel. So we cannot write A here. So B is the, after that C, D, next letter is E, which is a vowel. Next is F, G, H, I is a vowel, J. Okay, so these are the consonant in the English alphabet which precedes K. So this is the required roster form. Example 3, page number 4. Write the set A is equal to 1, 4, 9, 16, 25, etc. in set builder form. ഇവിടെ നമുക്ക് A എന്ന സെറ്റ് റോസ്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. സോ സെയിം പേര് തന്നെയാണ് കൊടുക്കേണ്ടത്. A is equal to braces ഇടുക X such that. X എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഓരോ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. So what is the common property of each of the elements in the given set? നിങ്ങൾക്ക് ഇവിടെ കാണാം 1, 4, 9, 16, 25, etc. So these numbers are squares of natural numbers. 1 1ന്റെ സ്ക്വയർ ആണ്, 4 2ന്റെ സ്ക്വയർ ആണ്, 9 3ന്റെ സ്ക്വയർ ആണ്, 16 4ന്റെ സ്ക്വയർ ആണ്. സോ അങ്ങനെ അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സിന്റെ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ് A എന്ന സെറ്റിലുള്ളത്. So നമുക്ക് എഴുതാം ഇവിടെ X such that X is the square of a natural number. ഇങ്ങനെ നമുക്ക് സെന്റൻസിലാക്കിയിട്ട് എഴുതാം. എന്നാൽ എപ്പോഴും ഇങ്ങനെ സെന്റൻസിൽ എഴുതുക എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ എഴുതി ചേർക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനത്തെ കേസിൽ ഇതിനെ ഒന്നും കൂടെ ചുരുക്കി നമുക്ക് എഴുതാൻ പറ്റും. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മെത്തേഡ് യൂസ് ചെയ്യാം. A is equal to X such that X എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ആണ്.
അപ്പോൾ ഓരോ നാച്ചുറൽ നമ്പറിനും ഞാൻ എണ്ണം എടുക്കുകയാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള 1ഉം 4ഉം 9ഉം 16 25 അതൊക്കെയാണ്. ഓക്കെ, ഈ 1 4 9 16 25 എന്നത് 1 2 3 4 5 എക്സെട്ര എന്നീ നമ്പേഴ്സിന്റെ സ്ക്വയർസ് ആണ്. സോ ഈ 1 2 3 4 5 എന്ന നമ്പേഴ്സിന് പകരം n എന്ന ലെറ്റർ ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഈ ഓരോ നമ്പേഴ്സിന്റെയും സ്ക്വയർ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് എക്സ് ഇസ് ഈക്വൽ ടു n സ്ക്വയർ കോമ ആൻഡ് വാട്ട് ഇസ് ദിസ് n? n is a natural number. സോ എനിക്ക് എഴുതാം n belongs to സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിന് നമുക്ക് ലെറ്റർ ഉണ്ട് n. സോ n belongs to n. ഇത് രണ്ടും ഒരേ സാധനമാണ്. യു ക്യാൻ റൈറ്റ് either a is equal to x such that x is the square of a natural number or a is equal to x such that x is equal to n square where n belongs to n. Next problem. Example 4, page number 4. Write the set. The elements of the set are 1 by 2, 2 by 3, 3 by 4, 4 by 5, 5 by 6, 6 by 7. In the set builder form. ഇവിടെ റോസ്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അതിന് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. സോ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ we have to identify the common property of each of the elements of the given set. So ഇവിടെ നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? Here you can see that each member in the given set has the numerator 1 less than the denominator. Also the numerator begin from 1 and do not exceed 6. സോ ഇതിനെ എങ്ങനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതും? നമുക്കിവിടെ കാണാം ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോമിലാണ് ഇതിലുള്ള ഓരോ നമ്പേഴ്സും. ന്യൂമറേറ്ററിനേക്കാൾ ഒന്ന് കൂടുതലാണ് ഡിനോമിനേറ്റർ. എല്ലാത്തിലും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂമറേറ്റർ 1 ആവുന്നു ആദ്യത്തെ നമ്പറിന്. അവസാനം ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് അല്ല, അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. 6/7 സ്റ്റോപ്പ് ചെയ്യുന്നു. സോ ന്യൂമറേറ്റർ 6 വരെ വരാൻ പാടുള്ളൂ. സോ ഇതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. സെറ്റിന് ഇവിടെ പേര് തന്നിട്ടില്ല. സോ നിങ്ങൾ പേര് തരാത്ത സ്ഥിതിക്ക് നിങ്ങളും പേര് കൊടുക്കണമെന്നില്ല. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ എക്സ് സച്ച് ദാറ്റ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈച്ച് ഓർ എക്സ് ഇസ് എ നമ്പർ വിച്ച് ഹാസ് ന്യൂമറേറ്റർ 1 ലെസ് ദാൻ ദ ഡിനോമിനേറ്റർ ആൻഡ് ദ ന്യൂമറേറ്റർ ബിഗിൻ ഫ്രം 1 ആൻഡ് ഡു നോട്ട് എക്സീഡ് 6. അങ്ങനെ നീട്ടി വലിച്ച് എഴുതുമ്പോൾ കുറേ സെന്റൻസ് വരും. ആ രീതിയിൽ എഴുതാൻ പാടില്ല. എപ്പോഴും ഷോർട്ടായിട്ട് എഴുതാൻ പാടുള്ളൂ. സോ ഇവിടെ നമുക്ക് ഏറ്റവും ഈസി ഈ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതുന്നതാണ്. എക്സ് സച്ച് ദാറ്റ്. എക്സ് ഇതിലത്തെ ഓരോ നമ്പേഴ്സുമാണ്. എക്സ് ഇസ് ഈക്വൽ ടു ന്യൂമറേറ്ററിലൊരു നമ്പർ, ഡിനോമിനേറ്ററിലെ നമ്പർ ന്യൂമറേറ്ററിലെ നമ്പറിനേക്കാളും 1 കൂടുതലാണ്. സോ ഞാൻ ന്യൂമറേറ്ററിലെ നമ്പർ n എന്ന് കൊടുത്തു. അപ്പൊ ഡിനോമിനേറ്ററിലെ നമ്പർ എങ്ങനെ എഴുതാ? n + 1. ഓക്കെ, ഈ n എന്താണ്? n എന്ന് പറഞ്ഞ നമ്പർ 1നും 6നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആണ്. 1ഉം വരാം 6ഉം വരാം. അപ്പൊ എങ്ങനെ എഴുതാം? n എന്ന് പറയുന്നത് 2 നമ്പേഴ്സിന് ഇടയ്ക്കുള്ള നമ്പർ ആണെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ഇടാം. ഏതൊക്കെ നമ്പേഴ്സിന് ഇടയ്ക്കാണ്? 1നും 6നും ഇടയ്ക്ക്. സോ 1 ലെസ് ദാൻ n ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാൽ n ഇസ് എ നമ്പർ ബിറ്റ്വീൻ 1 and 6 ആൻഡ് 1 and 6 ആർ ഓൾസോ ഇൻക്ലൂഡഡ്. സെറ്റിനകത്ത് 1 എന്ന് പറഞ്ഞ നമ്പറും n-ന് പകരമായിട്ട് വരുന്നുണ്ട്, 6 എന്ന് പറഞ്ഞ നമ്പറും n-ന് പകരമായിട്ട് വരുന്നുണ്ട്. സോ എങ്ങനെ എഴുതാ? ഈ ഒരു ഈക്വൽ ടു കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതെങ്ങനെ വായിക്കുക? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു n by n plus 1 where 1 less than or equal to n less than or equal to 6. അപ്പൊ n സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പൊ ഒരു കാര്യം കൂടി എഴുതണം. n എന്താണ്? n ഒരു നാച്ചുറൽ നമ്പറും കൂടിയാണ്. സോ ആ ഒരു കാര്യം കൂടെ നമ്മൾ എഴുതണം. സോ കോമ ഇട്ടിട്ട് n is a natural number എന്ന് വേർഡ്സിൽ എഴുതാം, അല്ലെങ്കിൽ n belongs to n എന്നും കൂടി എഴുതിയിട്ട് വേണം ബ്രേസസ് ക്ലോസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആയി. n എന്ന് പറഞ്ഞതിന്റെ വാല്യൂ 1 മുതൽ 6 വരെ എടുക്കും. എടുക്കേണ്ട വാല്യൂസ് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്, എണ്ണൽ സംഖ്യകളാണ് എടുക്കേണ്ടത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ 1 കൊടുക്കുമ്പോൾ നമുക്ക് 1/2 ഫസ്റ്റ് എലമെന്റ് കിട്ടും. അടുത്ത നമ്പർ 2 കൊടുക്കുമ്പോൾ 2/3 കിട്ടും. അങ്ങനെ ആ സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സും കിട്ടും. സോ ദിസ് ഇസ് ദ സെറ്റ് ബിൽഡർ form of the given set. Exercise 1.1, question number 4. Write the following sets in the set builder form. Roster formula തന്നിരിക്കുന്ന സെറ്റുകളാണ്. So first one, the elements of the set are 3, 6, 9, 12. So നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ ഈ ഓരോ എലമെന്റ്സിനും ഇതിനകത്തുള്ള എല്ലാ എലമെന്റ്സിനുള്ള കോമൺ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലാക്കണം. So what do you observe here? Here 3, 6, 9, 12 എന്ന നമ്പേഴ്സ് ഒക്കെ
3ന്റെ മൾട്ടിപ്പിൾസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ 3ന്റെ എല്ലാ മൾട്ടിപ്പിൾസും എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഏത് വരെയുള്ള മൾട്ടിപ്പിൾസ് ആണ് എഴുതിയിരിക്കുന്നത്? 12 വരെയുള്ളത്. സോ നമുക്ക് അതിനെ ആ രീതിയിൽ എഴുതുവാണെങ്കിൽ, മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന രൂപത്തിൽ എഴുതുവാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതും? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ലെസ് ദാൻ എന്തിനേക്കാളും കുറവായിട്ടുള്ള മൾട്ടിപ്പിൾ 12 കഴിഞ്ഞാൽ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 15. ഇപ്പൊ 15ന്റെ താഴെയുള്ള 3യുടെ മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ലെസ് ദാൻ 15 എന്ന് എഴുതാം. ഇത് വേറെ രീതിയിലും ചിന്തിക്കാം നിങ്ങൾക്ക്. ഇതിനെ നമുക്ക് n യൂസ് ചെയ്തിട്ട് നേരത്തെ എഴുതിയ പോലെ എഴുതാം. എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? 3n എന്ന് എഴുതാം. ഇവിടെ n എന്താവാം? നോക്കിക്കോളൂ, 3 into 1 ആണ് 3, 3 into 2 ആണ് 6, 3 into 3 ആണ് 9, 3 into 4 ആണ് 12. സോ നമുക്ക് n is a natural number less than 5 എന്ന് എഴുതാം. അല്ലെങ്കിൽ n is equal to 1, 2, 3, 4 എന്ന് എഴുതിയാലും മതി. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് 2, 4, 8, 16, 32. ഈ സെറ്റിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. സോ വാട്ട് ഇസ് ദ കോമൺ പ്രോപ്പർട്ടി ഓഫ് ദീസ് എലമെന്റ്സ്? 2, 4, 8, 16, 32. എന്താ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്? 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടും, 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കിട്ടും, 8നെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 കിട്ടും, 16നെ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32 കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് 2നെ നമുക്ക് 2 raised to 1 എന്ന് എഴുതാം. രണ്ടാമത്തെ 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. 8നെ നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാം. 16നെ 2 raised to 4 അല്ലെ, 2നെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടാം. അപ്പൊ 32നെ 2 raised to 5 എന്നാണ് എഴുതുന്നത്. അതെ, 16 into 2 ആണ് 32. 16 2 raised to 4 ആണെങ്കിൽ വീണ്ടും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 raised to 5 എന്ന് എഴുതാം. സോ ഈ എലമെന്റ്സിലൊക്കെ നിങ്ങൾ കാണുന്ന പ്രോപ്പർട്ടി എന്താണ്? 2ന്റെ പവേഴ്സ് ആണ്, 2ന്റെ പവേഴ്സ് ആണ് ഇതിനകത്തുള്ള എല്ലാ എലമെന്റ്സും. സോ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഈ 2, ഈ ബേസ്. ഓക്കെ, ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഈ നമ്പറിനെ ബേസ് എന്നും ഈ മുകളിൽ എഴുതിയ നമ്പറിന്റെ പവർ അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ബേസ് നോക്കൂ, ബേസ് എല്ലാ നമ്പേഴ്സിലും സെയിമാണ്, അതിൽ മാറ്റമില്ല. ആകെ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? ആ പവർ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ വേരി ചെയ്യുന്നതിനാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയാം. അപ്പൊ എക്സ് ഓൾറെഡി നമ്മൾ വേരിയബിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എന്തെഴുതാം? n എന്ന് എടുക്കാം. പക്ഷെ n എന്താണ്? അപ്പൊ ഇതിലാകെ 32 വരെയുള്ള നമ്പേഴ്സേ ഉള്ളൂ, കണ്ടിന്യൂ ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പം n എന്തൊക്കെ ആവാം? n is equal to 1, 2, 3, 4, 5 ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, n is a natural number less than 6. 6നേക്കാളും കുറവായ നാച്ചുറൽ നമ്പർ എന്ന് എഴുതിയാലും മതി. അടുത്ത സെറ്റ് 5, 25, 125, 625. So to write the set in set builder form, first you have to identify the common property of each of these elements. So here the first element is 5, second element is 25, third element is 125, fourth element is 625. Okay, so just to compare ഇതിനകത്തുള്ള നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാം. 25 എങ്ങനെ കിട്ടിയത്? 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 കിട്ടും. 125 എങ്ങനെ കിട്ടുക? തൊട്ട് മുന്നത്തെ 25നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 125, അതിന് തന്നെ വീണ്ടും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 625 കിട്ടും. സോ അങ്ങനെ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പവറിന്റെ രൂപത്തിൽ എഴുതുക. ഓക്കെ, അപ്പൊ 5നെ 5 raised to 1 എന്ന് എഴുതാം. 25നെയോ 5 സ്ക്വയർ എന്ന് എഴുതാം. 5 into 5 ആണ് 25. 125നെയോ 5നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ we get 125. So this can be written as 5 cube. 625ഓ 5നെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ we get 625. So 625 can be written as 5 raised to 4. ഇനി നിങ്ങൾക്ക് ഇത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? ബ്രേസസ് ഇടുക. എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഇതാ നോക്കിക്കോളൂ, ഇതിൽ ഓരോ എലമെന്റ്സിനും ഞാൻ ഈ രീതിയിൽ എഴുതിയതാണ്.
അപ്പോൾ ബേസ് 5 തന്നെയാണ്, അതിൽ മാറ്റമല്ല. സോ 5 തന്നെ എഴുതാം. പക്ഷേ പവേഴ്സ് എക്സ്പൊണൻസ് മാറുന്നുണ്ട്. സോ അതിന് പകരം എന്ത് എഴുതാം? എൻ. അപ്പൊ ഏതൊക്കെയാണ് മാറുന്നത്? എൻ എന്തൊക്കെയാണ് വരുന്നത്? 1, 2, 3, 4 ഈ 4 നമ്പേഴ്സ് മാത്രമാണ് വരുന്നത്. കണ്ടിന്യൂ ചെയ്യുന്ന സെറ്റ് അല്ല ഇത്. സോ n is equal to 1, 2, 3, 4 എന്ന് എഴുതാം. അല്ലെങ്കിൽ n is a natural number less than 5 എന്നും എഴുതാം. ഫോർത്ത് വൺ 2, 4, 6 എക്സെട്ര കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സെറ്റാണിത്. ഓക്കെ, അപ്പൊ ഇതിലെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? 2, 4, 6 എക്സെട്ര നമുക്ക് എല്ലാവർക്കും അറിയാം. 2, 4, 6 എന്ന് പറഞ്ഞ് നമ്പേഴ്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയും എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. സോ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുവാണെങ്കിൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ ഇങ്ങനെ എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലം പോലെ ഇതിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിൽ ഓരോ എലമെന്റ്സിന്റെ പ്രത്യേകത നോക്കാം. 2 into 2 ആണ് 4, 2 into 3 ആണ് 6. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ 2 ക്യാൻ ബി റിട്ടൺ ആസ് 2 into 1. സെക്കൻഡ് നമ്പർ 4 ക്യാൻ ബി റിട്ടൺ ആസ് 2 into 2. തേർഡ് നമ്പർ 6 ക്യാൻ ബി റിട്ടൺ ആസ് 2 into 3. അങ്ങനെ പോകും. സോ ഇതിൽ ഓരോ എലമെന്റ്സിനെയും 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ ഈ രീതിയിൽ വേണമെങ്കിൽ മാറ്റി എഴുതാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക 2വിനെയാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്പറിന് മാറ്റമൊന്നുമില്ല, 2 തന്നെ. സെക്കൻഡ് നമ്പർ ചേഞ്ച് ആവുന്നുണ്ട്, 1 മുതൽ ചേഞ്ച് ആവുന്നു. സോ ആ ചേഞ്ച് ആവുന്ന നമ്പേഴ്സിന് നമുക്ക് എന്ത് കൊടുക്കാം? n കൊടുക്കാം. ഇവിടെ n എന്തൊക്കെയാവുന്നത്? കണ്ടിന്യൂ ചെയ്യുന്ന സെറ്റാണ്. സോ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരും. സോ നമുക്ക് എങ്ങനെ എഴുതാം? n ബിലോങ്സ് ടു n. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ രീതിയിൽ എഴുതാം. നെക്സ്റ്റ് സെറ്റ് റോസ്റ്റർ ഫോമിൽ തന്നത് 1, 4, 9 എക്സെട്ര അപ് ടു 100. സോ 1 is square of 1, 4 is square of 2, 9 is square of 3, എക്സെട്ര 100 is square of 10 ആണ്. ഓക്കെ, സോ നമ്മൾ അതാണ് കോമൺ പ്രോപ്പർട്ടി. 1 എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ, 4 is 2ന്റെ സ്ക്വയർ, 9 is 3ന്റെ സ്ക്വയർ. അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഒരു എലമെന്റ് അവിടെ തന്നിട്ടുണ്ട്. 100 is, we know that it is 10 square. സോ ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതും? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു. സോ ഇവിടെ നോക്കുക, ഇവിടെ പവറിന് ഒരു ചേഞ്ചും ഇല്ല, എല്ലായിടത്തും 2 ആണ്. പക്ഷെ ബേസ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മാറുന്ന നമ്പറിന് നമ്മൾ വേരിയബിൾ കൊടുക്കുക n. സോ ആ പവർ നമ്പർ 2 തന്നെയാണ്. സോ n സ്ക്വയർ. നൗ വാട്ട് ഇസ് ദിസ് n? ന്റെ നമ്പർ n എന്ന് പറയുന്നത് 1 വരാം, അതേപോലെ 1 മുതൽ 10 വരെ ഏത് നമ്പേഴ്സും ആവും. സോ യു ക്യാൻ റൈറ്റ് n is a natural number less than 11 എന്ന് എഴുതാം. ഓർ യു ക്യാൻ റൈറ്റ് 1 less than or equal to n less than or equal to 10. 1നും 10നും ഇടയ്ക്കുള്ള നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നാച്ചുറൽ നമ്പർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിഹ്നം കൂടി എഴുതാം. n ബിലോങ്സ് ടു n എന്ന് കൊടുക്കാം. ഓർ യു ക്യാൻ റൈറ്റ് n is a natural number എന്ന് സെന്റൻസിലാക്കിയിട്ടും എഴുതാം. ഓക്കെ, എക്സാമ്പിൾ 5 പേജ് നമ്പർ 4. Match each of the set on the left described in the roster form with the same set on the right described in the set builder form. So on left side we have 4 sets. First set, the elements are P, R, I, N, C, A, L. Second set we have one element 0. Third set we have the elements 1, 2, 3, 6, 9, 18. And fourth set we have the elements 3 and -3. On the right side also we have 4 sets. The sets are given in set builder form. The first set is x such that x is a positive integer and is a divisor of 18. Second set, x such that x is an integer and x square minus 9 is equal to 0. Third set we have x such that x is an integer and x plus 1 is equal to 1. And the fourth set we have the set x such that x is a letter of the word principal. So here in D we can see that there are 9 letters in the word principal and 2 letters P and I repeated. Okay, so we can see that this D matches with 1. Okay, so we can match 1 and D. Okay, next on left side we have 0
ഇനി ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അടുത്തത് സെറ്റ് 0 ആണ്, റൈറ്റ് സൈഡിൽ 3 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതാണ് ഈ ഒരു സെറ്റിന് മാച്ച് ആവുക എന്ന് നോക്കാം. എക്സ് ഇസ് എ പോസിറ്റീവ് ഇൻഡിജർ ആൻഡ് ഇസ് എ ഡിവൈസർ ഓഫ് 18. 0 എന്ന് പറയുന്നത് 18ന്റെ ഡിവൈസർ അല്ല, സോ അതിനെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, എക്സ് ഇസ് ആൻ ഇൻഡിജർ. യെസ്, 0 ഒരു ഇൻഡിജർ ആണ്. ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 9 ഇസ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 9 ഇസ് ഈക്വൽ ടു 0 വരുമ്പോൾ എക്സിന് പകരം 0 കൊടുത്താൽ, ബിക്കോസ് ഇവിടുത്തെ എലമെന്റ് 0 ആണ്, 0 ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ എക്സ് is not equal to 0 here. Okay, അടുത്തത് x such that x is an integer and x plus 1 is equal to 1. So ഇവിടെ നമുക്ക് ഒരേ എലമെന്റ് ഉള്ളൂ 0. So x ന് പകരം 0 ഇവിടെ കൊടുത്താൽ 0 plus 1 is equal to 1. That's true. So we can match 0 with C. Okay, next here we have 1, 2, 3, 6, 9, 18. So ഫസ്റ്റ് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് സെറ്റിൽ നമുക്ക് കാണാം എക്സ് ഇസ് എ പോസിറ്റീവ് ഇൻഡിജർ. അതേ ഇതിൽ എല്ലാം പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. ആൻഡ് ഇസ് എ ഡിവൈസർ ഓഫ് 18. ഇതെല്ലാം 18ന്റെ ഡിവൈസസ് ആണ്. സോ നമുക്ക് 3നെ എയുമായിട്ട് മാച്ച് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വി ഹാവ് 3, -3. എക്സ് ഇസ് ആൻ ഇൻഡിജർ. യെസ്, 3യും -3യും ഇൻഡിജേഴ്സ് ആണ്. ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 9 ഇസ് ഈക്വൽ ടു 0. സോ എക്സിന് 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ മൈനസ് 9 0 ആണ്. എക്സിന് -3 കൊടുത്താലും -3 സ്ക്വയർ മൈനസ് 9 0 ആണ്. സോ നാലാമത്തതിനെ നമുക്ക് ബി യു ആയിട്ട് മാച്ച് ചെയ്യാം. എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 6. മാച്ച് ഈച്ച് ഓഫ് ദ സെറ്റ് ഓൺ ദ ലെഫ്റ്റ് ഇൻ ദ റോസ്റ്റർ ഫോം വിത്ത് ദ സെയിം സെറ്റ് ഓൺ ദ റൈറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. സോ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റോസ്റ്റർ ഫോമിൽ 4 സെറ്റ് തന്നിട്ടുണ്ട്. 1, 2, 3, 6, 2, 3, MATHEICS, 1, 3, 5, 7, 9. റൈറ്റ് സൈഡിൽ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ 4 സെറ്റ് തന്നിട്ടുണ്ട്. എക്സ് ഇസ് എ പ്രൈം നമ്പർ ആൻഡ് എ ഡിവൈസർ ഓഫ് 6. എക്സ് ഇസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. എക്സ് ഇസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ്. സോ നിങ്ങൾക്ക് മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിന് മാച്ച് ആയിട്ട് റൈറ്റ് സൈഡിൽ ഏതാണെന്ന് നോക്കാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ മാച്ച് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഏതാണെന്ന് നോക്കിയാലും മതി. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് സെറ്റ് റൈറ്റ് സൈഡിൽ നോക്കാം. എക്സ് ഇസ് എ പ്രൈം നമ്പർ ആൻഡ് എ ഡിവൈസർ ഓഫ് 6. 6ന്റെ ഡിവൈസേഴ്സ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? വി നോ ദാറ്റ് ദേ ആർ 2, 3 ആണല്ലോ. അത് എക്സിന്റെ 6ന്റെ ഡിവൈസസുമാണ് 2, 3. അതേപോലെ തന്നെ അവ പ്രൈം നമ്പേഴ്സുമാണ്. സോ 2, 3 എന്ന സെറ്റ് ലെഫ്റ്റ് സൈഡ് ഉണ്ട്. സോ നമുക്ക് 2Aയും മാച്ച് ചെയ്യും. ഓക്കെ, അടുത്തത് ഇവിടെ ബിയിലേക്ക് പോകാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. 10ന് താഴെയുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. So we have that set on left side, that is 4th one. So we can match B and 4. Okay. അടുത്തത് സി നോക്കുക. എക്സ് ഇസ് നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. എക്സ് നാച്ചുറൽ നമ്പറുമാണ്, 6ന്റെ ഡിവൈസേഴ്സുമാണ്. അപ്പൊ ഏതൊക്കെയാണ് 6ന്റെ ഡിവൈസ്? 1 എല്ലാ നമ്പേഴ്സിന്റെയും ഡിവൈസറാണ്. സോ 1 വരും. ഇനി 2 6ന്റെ ഡിവൈസറാണ്, ബിക്കോസ് 6 ഇസ് മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. അതേപോലെ 6 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 6 6ന്റെ തന്നെ മൾട്ടിപ്പിൾ ആണ്. സോ ഏതൊക്കെയാണ് ഈ സെറ്റിൽ വരുന്ന എലമെന്റ്സ്? 1ഉം 2ഉം 3ഉം 6ഉം. അത് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ 1ൽ കാണാം. സോ വി ക്യാൻ മാച്ച് 1 and C. ഇനി അവസാനമായിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ഉള്ളത് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ്. ഇവിടെ നമുക്ക് കാണാം ആ മാത്തമാറ്റിക്സ് എന്ന വേർഡിൽ ഉള്ള ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ എഴുതിയ സെറ്റാണിത്. സോ നമുക്കതിനെ മാച്ച് ചെയ്യാം.